നമസ്കാരം മൃദുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം. ഈശ്വര കടാക്ഷവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഈ നക്ഷത്രക്കാരെ വാനോളം ഉയർത്താനുള്ള ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ ഏതൊരു കാര്യം മനസ്സിലാഗ്രഹിക്കുന്നുവോ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ആഗ്രഹം അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാകുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു മാറ്റവും ജീവിതത്തിൽ വലിയ ആഹ്ലാദം ജനിപ്പിക്കുന്ന അവസ്ഥകൾ, അതായത് ഒട്ടേറെ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഇനിയുള്ള നാളുകൾ ഇവർക്ക് കുതിച്ചു വരാനുള്ള അവസരമായി ഇതിനെ കാണാൻ സാധിക്കും. ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഇനി വരാൻ പോകുന്നത് ഇവരുടെ ഒരു കാലമാണ്. ഇനി വരുന്ന ഓരോ ദിവസവും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഓരോ അവസരങ്ങൾ തന്നെ വന്നു ചേർന്നിരിക്കുന്നു. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വൻ വിജയമായി അവസാനിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രവർത്തന മണ്ഡലം, മേഖല, ഇതിലൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അവസരങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവർ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു കർമ്മവും അത് ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. രാജകീയമായ നേട്ടത്തോടു കൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമായി ഇതിനെ കാണാൻ സാധിക്കും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റം കുറിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൊക്കെ വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ പ്രവൃത്തിയിൽ ഈശ്വര ചൈതന്യം, ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർ ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേർന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പലപ്പോഴും ദുഃഖ ദുരിതങ്ങൾ, ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ, സാമ്പത്തിക ദുരിതം, കടബാധ്യത ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചുകൊണ്ട് ജീവിതം ഇനി കരകയറാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം ഇവരെ കൈവിട്ട അവസ്ഥകളായിരുന്നു പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുന്നു. ഇനി അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു അവസരത്തെ കാണാൻ സാധിക്കും. അതിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ജോലിയിൽ ഉയർച്ചകൾ, പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിലെ ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഇപ്പോൾ ഉള്ള ഒരു സമയത്തെ കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ നക്ഷത്രക്കാർ കുതിച്ചേരും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വാനോളം വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കത്തിച്ചൊലിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. മഹാസമ്പന്നയോഗം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ അതവർക്ക് ലഭിക്കുക ഒരു ജോലിയിലൂടെ ആയിരിക്കാം. ഇതുവരെ ഒരു നല്ലൊരു അവസരം, ഒരു ജോലി ലഭിക്കാതെ വളരെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് പലപ്പോഴും പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ ഒരു ജോലി പോലും ലഭിക്കാതെ, താൽക്കാലിക ജോലിയാണെങ്കിലോ സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യത ഇതൊക്കെ ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, ഇതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് ഇവർക്ക് കുതിച്ചുവരാനുള്ള അവസരം, സ്ഥിരവരുമാനമുള്ള ജോലിയിൽ ഉയർച്ച നേടുന്ന, പ്രൊമോഷനോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന, വരുമാനം വർദ്ധിക്കുന്ന ഒരു ജോലിയാണ്
ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറും. സഹപ്രവർത്തകരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു അവസരം ഇപ്പോൾ ലഭിക്കുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള ഒരു അവസരം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിൽ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചയിലൊക്കെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാൻ പോകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാതി നക്ഷത്രമാണ്. പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മനസ്സ് വിഷമിപ്പിച്ച് അവരുടെ ദൈനംദിന പ്രവൃത്തികൾ പോലും നടക്കാതെ പോയിരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത്. മനസ്സമാധാനം ഒട്ടുമില്ല. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതിനൊക്കെ ഒരു അന്ത്യം വരുത്തുന്ന ഒരു സമയമാണ്. ഇവർക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യവും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. അതിലൂടെ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു, തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ ഉയർച്ച കാണുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ ക്ലേശം നിറഞ്ഞ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി ഐശ്വര്യം നിറഞ്ഞ ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർച്ച വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാനെ തിങ്കളാഴ്ചകളിൽ പിൻവിളക്ക്, കൂളമാല, ജലധാര ഇതൊക്കെ ഭഗവാന് വഴിപാടായി കഴിപ്പിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ദുഃഖ ദുരിതങ്ങളും ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധിക്കും. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ മാറാൻ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ശത്രുദോഷങ്ങളൊക്കെ മാറുന്നു. ആരോഗ്യപൂർണമായ അവസ്ഥകൾ, പരിപൂർണമായ ആരോഗ്യം ലഭിക്കുന്ന ദേഹ ആശ്വാസ്യമൊക്കെ മാറി ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഇനി മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഞെട്ടിത്തിരിക്കുന്ന പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ കണ്ടുവരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ അവസരങ്ങൾ ഇവർക്കുണ്ടാകുന്നു. ഒരു തരത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് ഇവർക്ക് വന്നു ചേർക്കാൻ പോകുന്നത്. മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്നു. നല്ല വാർത്തകൾ കേൾക്കുന്നതിനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. മനസ്സമാധാനം ഉണ്ടാകുന്നു. മാനസിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു വരുന്നു. ഭാഗ്യത്തിന്റെ നിറവിടമാകുന്ന അവസ്ഥകൾ, ഒട്ടേറെ സൗഭാഗ്യ ദിനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും ഭാഗ്യത്തിന്റെ കടാക്ഷം കൊണ്ട് ഇവർക്ക് അത് അനുകൂലമായി വരുന്നു. വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിലും വിജയം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് കണ്ടുവരുന്നത്. ഒട്ടേറെ പരാജയ ഭീതിയോടുകൂടി ഇതുവരെ തുടങ്ങി വെച്ച ഏതൊരു കാര്യത്തിലും ഒരിക്കലും വിജയം തൊട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ഒരു പരാജയ തുടർച്ചയൊക്കെ മാറി ഇനി വിജയത്തിന്റെ കുതിപ്പാണ് ഇവർക്കുണ്ടാകുന്നത്. കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വളർക്കെ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേർന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ സഹായാസ്തവുമായി എത്തും. സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി സഹോദരങ്ങളുടെ സ്ഥാനം നിലനിൽക്കും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കും. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. ചില സ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനൊക്കെ പരിഹരിക്കാൻ അവരുടെ സ്നേഹബന്ധത്തിന് വളരെയധികം സാധിക്കും. അതോടൊപ്പം തന്നെ ധനം വച്ചിട്ടുള്ള ഇടപാടുകൾ, പണം ഇടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അനാവശ്യമായി കടം കൊടുക്കുന്ന ഏർപ്പാടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയായി വരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ജീവിതത്തിലെ പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അധിക ചെലവ് ബുദ്ധിമുട്ടിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. മികച്ച ഉയർച്ചകളും വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നല്ല കാലം പിറക്കാൻ പോകുന്ന ഒരു സമയം. ജീവിതത്തിലെ പലവിധ ക്ലേശങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും തടസ്സമാണ്. ഒട്ടേറെ വിഘ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ നല്ല അവസരത്തിന്
വിഘാതമായി നിന്നിരുന്നു. ഈ അവസരങ്ങളൊക്കെ വീണ്ടും പുനർജനിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന അവസരങ്ങളും ഭാഗ്യങ്ങളൊക്കെ വീണ്ടും അനുഭവിക്കാനുള്ള യോഗവും വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനിയാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നത്. ധനപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി, കടബാധ്യതകളൊക്കെ മാറി ഇനി മുതൽ ഇവർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവരെ ഒട്ടേറെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നു. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാനുള്ള അവസരം ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. മികച്ച അവസരത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുവരാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ഒരു തുടക്കം ഇവർക്ക് ലഭിക്കുന്നു. മികച്ച രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എല്ലാവിധ പ്രയാസങ്ങളും മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചകളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. തുടർന്ന് എല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സമ്പൽ സമൃദ്ധി കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കും. ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അത് എളുപ്പത്തിൽ സാധിക്കുന്നു എന്ന് വേണം കരുതാൻ. എത്ര തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും ഇവർ വിജയിച്ച് വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ, പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമാണ് വന്നിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.